മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാർക്കും പാർട്ടി നേതൃത്വത്തിനുമെതിരെ മറയില്ലാത്ത വിമർശനമുണ്ടായ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി ഏകാധിപതിയാണോ എന്ന ചോദ്യം ഉയർന്നു. നിയമസഭാ മന്ദിരത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കണ്ട കാഴ്ച ഒരംഗം വിവരിച്ചു. കാത്തുനിൽക്കുന്ന സ്ത്രീകളടക്കമുള്ളവരെ മുഖ്യമന്ത്രി എത്തുന്നതിന് തൊട്ടു മുൻപ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലമായി മാറ്റുന്നു. ഇത് വിവരിച്ചുകൊണ്ടാണ് ഏകാധിപത്യവും എന്ന ചോദ്യം ഉയർന്നത്. ജനങ്ങളോട് അകലം പാലിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി തിരഞ്ഞെടുപ്പിൽ ദോഷകരമായി എന്നും മന്ത്രിസഭയിൽ പ്രവർത്തനം തൃപ്തികരമല്ല എന്നും വിമർശനമുയർന്നു. വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തത വരുത്താൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രമിച്ചില്ല? ചില പ്രമാണിമാർ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായി പുലർത്തുന്ന ബന്ധം ആരോപണ വിധേയമാണ്. BJPയുമായി ബന്ധമുള്ള ഇങ്ങനെ ഒരാൾ ക്ലിഫ് ഹൗസിലെ സന്ദർശകനാണെന്ന തരത്തിൽ ഒരംഗം പരാമർശിച്ചത് ജില്ലാ സെക്രട്ടറി V. ജോയിയെ പ്രകോപിപ്പിച്ചു. വകുപ്പുകളിൽ കൂടുതൽ ആരോപണത്തിന് വിധേയമായത് ആഭ്യന്തര വകുപ്പാണ്. ധന, ആരോഗ്യ, തദ്ദേശ ഭരണ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകളുടെ നടത്തിപ്പിനെയും അംഗങ്ങൾ വിമർശിച്ചു. മന്ത്രിമാരെക്കാൾ മന്ത്രിമാരുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു പിഴവുണ്ടായത്. മന്ത്രിമാരുടെ ഓഫീസിൽ പാർട്ടിക്കാർ കയറിയിറങ്ങേണ്ട എന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത M. സ്വരാജിന്റെ മറുപടി. ജനങ്ങളിൽ നിന്നും മത സാമുദായിക സംഘടനകളിൽ നിന്നും അകന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തിരിച്ചടിയായെന്ന് CPM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തൽ. ജനങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ വിരോധം ഇല്ലാതാക്കി വിശ്വാസം തിരിച്ചുപിടിക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു. നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ജനപിന്തുണ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ അനിവാര്യമാണ്. അകന്നുപോയ മത സാമുദായിക സംഘടനകളുടെ പിന്തുണയും ഉറപ്പാക്കണം. പാർട്ടിയുടെ നയങ്ങളനുസരിച്ച് ആയിരിക്കണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത തിരുത്തൽ നടപടികൾ തന്നെ വേണം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരികെ വരും. താഴെത്തട്ടിലുള്ള പാർട്ടി ഘടകങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള ഊർജിത നടപടികൾ ആവശ്യമാണെന്ന് കമ്മിറ്റി വിലയിരുത്തി. തുടർച്ചയായി 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ തിരിച്ചടി നേരിട്ടത് ദേശീയ തലത്തിൽ പോലും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. തിരിച്ചുവരവിന് കേരളത്തിലെ മുന്നേറ്റം പാർട്ടിക്ക് അനിവാര്യമാണ്. കേരളത്തിലെ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ്, പെൻഷനുകളിൽ മുടക്കം, സപ്ലൈകോയിലെ പ്രതിസന്ധി അടക്കമുള്ള കാരണങ്ങളും CPMനെ തോൽവിക്ക് പിന്നിലുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത് കേരളത്തിൽ തിരിച്ചടി ഉണ്ടാക്കിയെങ്കിലും ദേശീയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ.